ഹായ് എവ്രി വൺ, ഇന്ന് നമ്മളൊരു ന്യൂ വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ശരിക്കും കേൾക്കുക. ഞാൻ ഇത് വലിയ ലെങ്തി ആയിട്ടൊന്നും പോകുന്നില്ല. ഈ വീഡിയോയുടെ കണ്ടൻറ്റ് എന്താണെന്നുള്ളത് ഞാൻ വളരെ ഷോർട്ടായിട്ട് ഇതിനകത്ത് പറയും. അപ്പോൾ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ CMA സ്റ്റുഡൻസ് ഉണ്ടല്ലോ, അതായത് CMA ഇൻ്റർമീഡിയറ്റ് എക്സാം ജൂൺ 2025 എഴുതുന്ന ആൾക്കാർ, അത് 2025 ഈ പറഞ്ഞ പോലെ ജൂണിൽ എക്സാം എഴുതുന്ന CMA ഇൻ്റർമീഡിയറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. എൻ്റെ ചാനലിൽ ഞാൻ കഴിഞ്ഞ അറ്റംപ്റ്റിലേക്ക് വേണ്ടിയിട്ട് ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലൈക്ക് എങ്ങനെയാണ് ടോപ്പിക്സ് സെലക്ട് ചെയ്യേണ്ടത്, ഒരു ചെറിയ മോട്ടിവേഷൻ, അവർക്ക് എങ്ങനെ പഠിക്കണം എന്നുള്ള ഒരു 20 ഡേയ്സിൻ്റെ സ്ട്രാറ്റജി, അല്ലാണ്ടൊക്കെ ഞാൻ കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊത്തിരി പേർക്ക് യൂസായി. ആൻഡ് ഞാനൊരു 11 ഡേയ്സിൻ്റെ ഒരു സ്ട്രാറ്റജി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് താല്പര്യമുള്ളവർ എനിക്ക് മെസ്സേജ് ചെയ്യാൻ പറഞ്ഞ് എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു 28 പേര് എനിക്ക് മെസ്സേജ് ചെയ്തു. ഒരു ടോട്ടൽ എനിക്കൊരു 34 ആൾക്കാർ എനിക്ക് മെസ്സേജ് ചെയ്തുവെങ്കിലും അതിൽ 28 പേരാണ് കൺസിസ്റ്റൻ്റ് ആയിട്ട് അത് ഫോളോ ചെയ്ത് പഠിച്ച് ഓക്കെ ആയവർ. അപ്പോൾ ആ ഒരു കാര്യം, അപ്പോൾ ആ ഒരു ഇത് ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് അവർക്ക് നോട്ട്സ് കൊടുക്കുമായിരുന്നു. അവർക്ക് വേണ്ട ടോപ്പിക്സ്, ടൈം സ്കെഡ്യൂൾസ് എല്ലാം ഞാൻ പ്രൊവൈഡ് ചെയ്യുമായിരുന്നു. അപ്പോൾ അതേ കുറച്ചും കൂടി കൺവീനിയൻറ്റ് വാട്സാപ്പിലായതുകൊണ്ടാണ് ഞാൻ എനിക്ക് മെസ്സേജ് ചെയ്യാൻ പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു കമ്പൈൻ സ്റ്റഡി എന്നുള്ള രൂപത്തിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരു 28 ആൾക്കാർ വളരെ നന്നായിട്ട് അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫോളോ ചെയ്യുകയും അവരുടെ ഫീഡ്ബാക്ക്സ് എന്നെ അറിയിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ചിലർക്ക് അത് ടോട്ടലി യൂസ്ഫുൾ ആയില്ലെങ്കിലും അതിൻ്റെ ഒരു പോർഷൻ, ലൈക്ക് അവർക്ക് ഇപ്പോൾ ചില സബ്ജക്റ്റ് വൈസൊക്കെ ഇപ്പോൾ ലോ ഒക്കെ പാടായിട്ടുണ്ടായിരുന്നവർക്കൊക്കെ അത് യൂസ്ഫുൾ ആയി എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അല്ലാണ്ടൊക്കെ ടാക്സേഷൻ പാടായിട്ടുള്ളവർക്കൊരു നോട്ട് വേണമെന്നുണ്ടായിരുന്നു. നോട്ട് കിട്ടിയപ്പോൾ ഓക്കെ ആയി എന്ന് പറഞ്ഞു. പിന്നെ കറക്റ്റ് ഈ ഒരു ടൈമിൽ പഠിക്കാൻ നോക്കിയപ്പോൾ കുറച്ച് യൂസായി എന്ന് പറഞ്ഞു. അങ്ങനെ ഒത്തിരി നല്ല റിവ്യൂസ് കിട്ടി. ഈ പറഞ്ഞ 28 പേരും എനിക്ക് നല്ല റിവ്യൂസ് തരികയും നമ്മൾ എക്സാം കഴിഞ്ഞിട്ടുള്ള മൊമെൻറ്റ്സിലും ഓരെനിക്ക് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അവരുടെ ഫീഡ്ബാക്ക്സ്, എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊരു 11 ദിവസത്തെ സ്ട്രാറ്റജി ആയിരുന്നു. അപ്പോൾ അത് അതിൻ്റേതായിട്ടുള്ള ലിമിറ്റേഷൻസ് അതിനുണ്ട്. കാരണം പെട്ടെന്ന് ഇങ്ങനെ നമ്മൾ പതിയെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു ഇതിൽ നിന്ന് പെട്ടെന്ന് നമ്മളൊരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള സ്കെഡ്യൂളിലേക്ക് വരുമ്പോൾ അത് നമ്മളെ പെട്ടെന്ന് അതിലേക്ക് അഡാപ്റ്റ് ആവുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. എങ്കിൽ പോലും നമുക്ക് ആ ഒരു എക്സാം ക്രാക്ക് ചെയ്യണം എന്നുള്ള മൈൻഡ് സെറ്റ് ഉള്ളത് കൊണ്ട് നമ്മളെല്ലാവരും ആ ലാസ്റ്റ് മിനിറ്റിൽ ആ ഒരു പ്രഷറിൽ ഇരിക്കും പഠിക്കാനായിട്ട്. സോ ഇവിടെ ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിച്ചു. അപ്പോൾ അങ്ങനെ ഒത്തിരി പേര് എൻ്റെ കൂടെ കമ്പൈൻ സ്റ്റഡി, ഞാനും ഈ പറഞ്ഞ പോലെ ഡിസംബറിൽ എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു. ബോത്ത് ഗ്രൂപ്പാണ് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നത്. എൻ്റെ 3rd അറ്റംപ്റ്റ് ആയിരുന്നു. ശരിക്കും ഡിസംബർ എന്ന് പറയുന്ന 3rd അറ്റംപ്റ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ അത്യാവശ്യം എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ മാക്സിമം, അപ്പോൾ എനിക്കും ഒരുപാട് റെസ്ട്രിക്ഷൻസ്, ലൈക്ക് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ എൻ്റെ മൈൻഡിലുണ്ടായിരുന്ന മെയിൻ ഒരു ഉദ്ദേശം അല്ലെങ്കിൽ എൻ്റെ ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞാൽ ഇത് മെയിൻലി നമ്മൾ CAക്ക് ഒരുപാട് വീഡിയോസൊക്കെ നമുക്ക് ഈ ചാനൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ CMAക്ക് അത് വളരെ കുറച്ച് വീഡിയോസേ ഉള്ളൂ. ക്ലാസ്സസ് ആയിക്കോട്ടെ, അങ്ങനത്തെ എല്ലാ കാര്യങ്ങൾക്കും വളരെ കുറച്ചാണ് CMAയുടെ കോണ്ടൻറ്റ് ഉള്ളതെന്ന് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ അങ്ങനെയാണ് കുറച്ചും കൂടി ഹെൽപ്പ്. കാരണം അത് ആവശ്യമുള്ള ഒത്തിരി പേര്, അതിൻ്റെ റിക്വയർമെൻ്റ് ഉള്ള ഒത്തിരി പേരുണ്ട് എന്ന് എനിക്ക് മനസ്സിലായപ്പോഴാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ജസ്റ്റ് ചെയ്തതും അതിന് ഒത്തിരി നല്ല ഫീഡ്ബാക്ക് കിട്ടുകയും ചെയ്തു. അങ്ങനെ ഞാൻ ഇൻഷുറൻസിൻ്റെയും അതുപോലെ തന്നെ ഞാൻ അല്ലാണ്ട് കുറച്ച് ഇപ്പം ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് ഒക്കെ എനിക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്തവർക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. വീഡിയോ ആയിട്ടൊക്കെ ചെയ്ത് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അല്ലാതെ ചാനലിൽ ഞാൻ ഇൻഷുറൻസിൻ്റെ ഒരു വീഡിയോ മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരു പഠിപ്പിക്കുന്ന ഒരു വീഡിയോ, ഇൻഷുറൻസിൻ്റെ മാത്രം. അതും പ്രീവിയസ് ഇയറിലെ ഒരു 3 ക്വസ്റ്റ്യൻ എടുത്തിട്ട് അതെങ്ങനെ ചെയ്യണം എന്നൊക്കെ ഉള്ളതും അതിൻ്റെ കൺസെപ്റ്റ്സും സ്റ്റെപ്സും ഒക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ ഇവിടെ ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തിലേക്ക് വരാം. അപ്പോൾ എൻ്റെ കൂടെ അന്ന് പഠിച്ച ആൾക്കാർ ഒത്തിരി പേര് റിവ്യൂസ് പറഞ്ഞു. അപ്പോൾ അതിൽ ഒരുപാട് പേര് സിംഗിൾ ഗ്രൂപ്പ് എഴുതിയവരുണ്ട്, കുറച്ച് പേര് ബോത്ത് ഗ്രൂപ്പ് എഴുതിയവരുണ്ട്. ബോത്ത് ഗ്രൂപ്പ് എഴുതി എനിക്ക് തോന്നുന്നു 6 to 7 പേര്, 6 മറ്റുണ്ടായിരുന്നുള്ളൂ. 6 സ്റ്റുഡൻസ് ആണ് ബോത്ത് ഗ്രൂപ്പ് ഉണ്ടായിരുന്നത്. ബാക്കിയുള്ള മൊത്തം പേരും കുറച്ചൊരു മെജോറിറ്റിയും ഫസ്റ്റ് ഗ്രൂപ്പും ബാക്കി കുറച്ച് പേര് സെക്കൻഡ് ഗ്രൂപ്പും ആയിരുന്നു ഉണ്ടായിരുന്നത്. സോ അവരെന്നോട് പറഞ്ഞ കൺസേൺസും അവർക്ക് ആവശ്യമുള്ളതും അവർക്ക് ഇനി എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത് അവർ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ മെയിനായിട്ട് പറയുന്നത്, നമുക്ക് ആദ്യമേ ഒരു പഠിക്കാനുള്ള ഒരു ഇതില്ല. നമ്മൾ ആദ്യമൊക്കെ ടൈമുണ്ടെന്ന് പറഞ്ഞ് സ്കിപ്പ് ചെയ്ത് പോകും.
ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ ഓൾറെഡി പഠിച്ചവരുണ്ട്, അതുപോലെ തന്നെ ഓൾറെഡി കോച്ചിങ് സൈഡ് ക്ലാസ് പർച്ചേസ് ചെയ്തവർ, അങ്ങനെ ഒത്തിരി പേര്, ഒത്തിരി കാറ്റഗറി പുതുതായിട്ട് വന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഒത്തിരി കാറ്റഗറി ഓഫ് ആൾക്കാർ ഇതിനകത്ത് ഉണ്ടായിരുന്നു. എല്ലാവരുടെയും റിവ്യൂസ് കേട്ടിട്ടുണ്ട്. എനിക്കും എക്സാമാണ്, ഞാൻ ബോത്ത് ഗ്രൂപ്പ് എഴുതുന്നുണ്ടായിരുന്നു ആ ടൈമിൽ. നമുക്കപ്പോൾ വളരെ ഒരു 24 ഡേയ്സ് ആ സമയത്ത് മറ്റാണ് ഞാൻ വീഡിയോസൊക്കെ ചെയ്തു തുടങ്ങുന്നത്. അപ്പോൾ ഇവരെനിക്ക് മെസ്സേജ് ചെയ്യുമ്പോൾ ഞാൻ മാക്സിമം പെട്ടെന്ന് തന്നെ റിപ്ലൈ കൊടുക്കാറുണ്ട്. ടെക് ക്വസ്റ്റ്യൻസ് വേണമെന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യൻസ് അയച്ചു കൊടുക്കാറുണ്ട്. അങ്ങനെ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ മാക്സിമം ഞാൻ അവൈലബിൾ ആയിട്ടുണ്ട്. ഡൗട്ട്സ് ചോദിക്കുന്നവർക്ക് മാക്സിമം ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് കൊടുക്കാറുണ്ട്. ഇനി എനിക്ക് അറിയില്ലാത്തതാണെങ്കിൽ എനിക്ക് അറിയുന്ന ഏതെങ്കിലുമൊക്കെ ഫാക്കൽറ്റീസിനോടൊക്കെ ചോദിച്ചിട്ട് ഞാനത് ക്ലിയർ ചെയ്ത് കൊടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഒത്തിരി നല്ല ഫീഡ്ബാക്ക് കിട്ടി. അപ്പം അതിൽ ചിലർ പറഞ്ഞ കൺസേൺ, എക്സാം കഴിഞ്ഞപ്പോൾ ഒറ്റ ഗ്രൂപ്പൊക്കെ എഴുതിയ ആൾക്കാർ പിന്നെ പറഞ്ഞാണ് ഇനി അടുത്ത ഗ്രൂപ്പ് എഴുതുന്നുണ്ട്, അപ്പോൾ അതിന് ഇങ്ങനെ നിങ്ങളുടെ അഡ്വൈസും സജഷൻസും ഗൈഡ് ലൈൻസും ഒക്കെ ആവശ്യമാണ്. അപ്പോൾ ഇത് കുറച്ചുകൂടി മുന്നേ തുടങ്ങിക്കൂടെ, അല്ലെങ്കിൽ ഇനി ഒരു ലാസ്റ്റ് മിനിറ്റിൽ നമുക്ക് വേണ്ട, നമുക്ക് കുറച്ച് മുന്നേ അങ്ങനെ സ്റ്റാർട്ട് ചെയ്താലോ, എന്താണ് ഒത്തിരി അങ്ങനെ ഒരു വീഡിയോ എന്തെങ്കിലും ചെയ്തുകൂടെ, അപ്പോൾ അതിന് ആഗ്രഹമുള്ള ആൾക്കാർ മെസ്സേജ് ചെയ്യുമല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആലോചിച്ചപ്പോൾ അത് ശരിയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ CA ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഒപ്പമാണ് CMA ചെയ്യുന്നത്. അപ്പോൾ CA ഞാൻ വരുന്ന ഈ പറയുന്നതിന് കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ. ഞാൻ സെക്കൻഡ് ഗ്രൂപ്പാണ് CAയുടെ എഴുതുന്നത്. അപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പ് അടുത്ത അറ്റംപ്റ്റിലേക്ക് ഞാൻ മാറ്റി എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ അറ്റംപ്റ്റിൽ സെക്കൻഡ് ഗ്രൂപ്പാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ CMAയുടെ ബോത്ത് ഗ്രൂപ്പ് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് നമുക്കറിയില്ല. നമ്മുടെ ഭാഗത്തു നിന്ന് നമ്മളൊരു നമ്മുടെ ആയിട്ടുള്ള മാക്സിമം എഫേർട്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ റിസൾട്ട് എന്തോ ആയിക്കോട്ടെ, പാസ് ഓർ ഫെയിൽ, അത് പിന്നെയുള്ള കാര്യമാണ്. നമ്മുടെ ഭാഗത്തു നിന്ന് നമ്മൾ എഫേർട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് പാസ്സായാലും ഫെയിൽ നമുക്ക് റിഗ്രറ്റ് ഉണ്ടാവില്ല. നമ്മൾ ഒന്നും ചെയ്യാണ്ട് പോയി എക്സാം എഴുതി ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിൽ റിഗ്രറ്റ് ഉണ്ടാവും, നമ്മുടെ ടൈം പോയി, നമ്മൾ പ്രിപ്പയർഡ് ആയില്ല, അങ്ങനെ ഒത്തിരി റിഗ്രറ്റ്സ് നമ്മുടെ മൈൻഡിൽ ഉണ്ടാവും. സോ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പറയുന്നത്, നമ്മളെപ്പോഴും നമ്മുടെ ഭാഗത്തു നിന്നുള്ള എഫേർട്ട് ഇട്ടുകൊണ്ടേ ഇരിക്കുക. ബാക്കിയൊക്കെ ബാക്കിയുള്ള കാര്യങ്ങളാണ്. നമ്മുടെ പ്രിപ്പറേഷൻസ്, പ്രസൻറ്റേഷൻസ് കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് പാസ്സാവും. എന്തെങ്കിലും ഒരു ഷോർട്ട് ഫോൾ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ആ ഒരു എക്സാമിനും ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റാണ്ടാവുന്നത്. അത് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ നമ്മുടെ ഭാഗത്തു നിന്ന് എഫേർട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട് എങ്കിൽ പിന്നെ നമുക്ക് റിഗ്രറ്റ് ആവേണ്ട ആവശ്യമില്ല. ഈവൻ ഫെയിൽ ആയാൽ പോലും ഓക്കെ, നമ്മൾ നമ്മുടേതായിട്ടുള്ള മാക്സിമം കൊടുത്തിട്ടുണ്ട്, ഇനി എന്താണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ, ആ പ്രശ്നം കണ്ടുപിടിച്ച് ഐഡൻറ്റിഫൈ ചെയ്ത് അതിനെ എന്ത് ചെയ്യുക, സോൾവ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ചെയ്യാനുള്ളൂ. അപ്പോൾ ഒരിക്കലും ഒന്നും പഠിക്കാണ്ട് ആരും പോവില്ല. കാരണം ഇതൊരു പ്രൊഫഷണൽ കോഴ്സാണ്. ഒന്നും അറിയാണ്ട് ആരും പോവില്ല. എവിടെയെങ്കിലും കുറച്ചെങ്കിലും നോക്കിയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത്, ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ ലാസ്റ്റ് ടൈം എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്താണ് ഇങ്ങനെ ഇരുന്ന് പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്കും എക്സാം അല്ലേ, ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എന്താണ് എക്സാം. ഞാൻ ശരിയാണ്, എനിക്ക് എക്സാം ഉണ്ട്, എനിക്ക് എൻ്റെ കാര്യം മാത്രം നോക്കിയിട്ട് എനിക്ക് ടൈമില്ല എന്ന് പറഞ്ഞു വേണമെങ്കിൽ ഒഴിവാക്കാം. പക്ഷെ അങ്ങനെയല്ലല്ലോ, നമുക്ക് ആ ഒരു ആവശ്യമില്ല. എനിക്ക് മനസ്സിലാവും ആ സമയത്തുള്ള നമ്മുടെയൊക്കെ ഒരു മൈൻഡ് സെറ്റ്, പ്രഷർ, ടെൻഷൻ ഒക്കെ എനിക്ക് മനസ്സിലാവും. നമുക്കൊരു ഡൗട്ട് വന്നാൽ ആകെ കൂടി നമ്മുടെ മൂഡ് ഫുള്ള് പോകും, ആ ഡൗട്ട് ക്ലിയർ ചെയ്ത് വരണത് വരെ. അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരുന്ന ഫ്ലോയെ അവിടെ നിൽക്കും. അല്ലെങ്കിൽ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ, ഒന്ന് ബ്രേക്ക് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇരിക്കാനൊക്കെ ടൈം, അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ. നിങ്ങളെപ്പോലെ ഞാനും ഒരു സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് എനിക്കും അത് മനസ്സിലാക്കാൻ പറ്റും, പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. സോ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിക്ക് ഞാൻ മാക്സിമം എല്ലാവർക്കും റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. അഡ്വൈസ് എന്നോട് ഫസ്റ്റ് 2 ഗ്രൂപ്പ് രജിസ്റ്റർ ചെയ്തിട്ട് ഒരാൾ ഒരു ഗ്രൂപ്പിലേക്ക് സ്റ്റിക്ക് ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെന്നോട് ഒരുപാട് അഡ്വൈസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ, ഞാൻ ഒരിക്കലും അതിന് എലിജിബിൾ ആണോ വലിയ ആളോ അങ്ങനെയൊന്നുമല്ല. എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ മാക്സിമം ഷെയർ ചെയ്ത് അവരുടെ കൂടെ നിന്നിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്കറിയുന്നൊരു കാര്യം. ഒത്തിരി നല്ല റിവ്യൂസ് പറഞ്ഞു തന്നത്, കൺസെപ്റ്റ്സ് ഒക്കെ ക്ലിയർ ആയി എന്നും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ ജാനുവരി 10 നാളെ, അല്ല ഇന്ന് 9th ആണ്. അപ്പോൾ ജാനുവരി 9th ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ പ്ലാൻ ചെയ്യുന്നത് ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു കമ്പൈൻ സ്റ്റഡി പോലെ ഒരു രീതിയാണ് ഞാനിവിടെ പ്ലാൻ ചെയ്യുന്നത്. എന്താണ് അതിൻ്റെ കൺസെപ്റ്റ് എന്നുള്ളത് ഞാൻ പറയാം. എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഞാൻ ഫെബ്രുവരി 1 മുതൽ നമുക്ക് ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് 4 months നമ്മുടെ കയ്യിൽ റോ ആയിട്ടുണ്ട്. ജൂണിലാണ് നമ്മുടെ എക്സാംസ് എപ്പോഴും വരുന്നത്. ഇപ്പോൾ എത്രയാണ് നമുക്ക് ഡേറ്റ് ഒന്നും പറയാൻ പറ്റില്ല. യൂഷ്വലി 10th 11th ഒക്കെയാണ് സ്റ്റാർട്ട് ചെയ്യാറുള്ളത്. അത് പോട്ടെ, നമ്മുടെ കയ്യിൽ റോ ആയിട്ട് 4 months ഉണ്ട്, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ ആൻഡ് മെയ്. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ 4 മാസം ഒരു ക്ലാസ് ഉണ്ട് വിത്ത് ക്വസ്റ്റ്യൻസ് റിവിഷൻ ചെയ്യുന്നത്, വിത്ത് നോട്ട്സ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത്
ഒരു സ്റ്റഡി സെഷൻ കണ്ടക്ട് ചെയ്താലോ എന്ന് എൻ്റെ മൈൻഡിലൊരു പ്ലാൻ ഉണ്ട്. അത് എത്രത്തോളം അതിപ്പോൾ നിങ്ങൾ എന്നോട് നിങ്ങൾക്കുള്ള ഫീഡ്ബാക്കും നിങ്ങൾ നിൽക്കുന്ന രീതിക്കുള്ള റെസ്പോൺസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അത് വർക്കാവുക അല്ലേ. അപ്പോൾ ഒരാളെങ്കിൽ ആ ആൾക്ക് വേണ്ടി ഞാൻ ചെയ്യാൻ ഓക്കെയാണ്. പക്ഷേ നിങ്ങൾക്കത് യൂസ് ആകുമെന്ന് എനിക്ക് 100% ഷുവർ ഉണ്ട്. കാരണം ഞാൻ ലാസ്റ്റ് ടൈം തന്നെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം നന്നായിട്ട് പഠിച്ചിട്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ടോപ്പിക്സ് എങ്ങനെ സെലക്ട് ചെയ്യണം എന്ന് വരെ ഞാൻ ഓരോ വീഡിയോയും ചെയ്തത്. ടാക്സിന് ഒത്തിരി ലാഗ് വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും ചോദിച്ചു എന്താ ഇടാത്തതെന്ന്. കാരണം വെച്ചാൽ ടാക്സ് അത്രയും ഒരു ഡിഫിക്കൽട്ട് പേപ്പറല്ല, ഒരു ലെങ്തി പേപ്പറാണ്. ഡയറക്റ്റ് ടാക്സിന് ഒത്തിരി കൺസെപ്റ്റ് ഉണ്ട്. സോ പെട്ടെന്ന് കയറി ഒരു വീഡിയോ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പഠിക്കാനും മനസ്സിലാക്കാനും ഒത്തിരി സമയം എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടാണ് ഞാൻ അന്ന് ഓരോ വീഡിയോസും ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഇവിടെ ഞാൻ നിങ്ങളോട് പറയുന്നത്, ഇതിൽ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് ചെയ്യുക. എൻ്റെ നമ്പറൊക്കെ ഞാൻ തരാം. എന്താണ് ഇതിൻ്റെ കൺസെപ്റ്റ് എന്നുള്ളത് ഞാൻ ആദ്യം പറയാം. ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്, ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ കാരണം ഇപ്പം നിങ്ങൾക്കൊരു 20 days ഒക്കെ ഉണ്ട്. ആ ഡേയ്സിൽ നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇത് കേട്ട് ഇത് സ്കിപ്പ് ചെയ്യരുത് വീഡിയോ. കാരണം ഇപ്പോൾ നിങ്ങൾ എഴുതിയിട്ട് റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഓൾമോസ്റ്റ് നിങ്ങൾ പാസ്സാകുന്ന ഒരു 90% ഷുവർ ഉണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ ഇത് റിസൾട്ട് വന്നതിന് ശേഷം നോക്കിയാൽ മതി. പാസ്സായിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് നോക്കണ്ടല്ലോ. പാസ്സായിട്ടില്ലെങ്കിൽ മാത്രം നോക്കിയാൽ മതി. അല്ല, ഒരു 50-50 നിൽക്കുന്നവരാണ്, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് മാത്രം എഴുതി അടുത്ത അറ്റംപ്റ്റിൽ ഒരു ഗ്രൂപ്പ് എഴുതുന്നവരാണ്, അല്ലെങ്കിൽ അടുത്ത അറ്റംപ്റ്റിൽ ബോത്ത് ഗ്രൂപ്പ് എഴുതാൻ നിൽക്കുന്നവരാണ്, അങ്ങനെ ഉള്ളവരുണ്ടാവും. എക്സാം എഴുതാൻ വേണ്ടി നിൽക്കുന്നവരുണ്ടാവും, എക്സാം എഴുതി റിസൾട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവരുണ്ടാവും. സോ ഐ യൂഷ്വലി സജസ്റ്റ് 50-50 ചാൻസിൽ പാസ്സാവോ ഇല്ലെന്നൊരു ഷുവറും ഇല്ലാണ്ട് നിൽക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് അവർ ഈ ഒരു പ്ലാൻ ഫോളോ ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം നമ്മൾ റിസൾട്ട് ഇനിയിപ്പോൾ ഫെബ്രുവരിയിലേ വരത്തുള്ളൂ, ഫെബ്രുവരി ലാസ്റ്റ്. അപ്പോൾ വീണ്ടും നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു മന്ത് പോയി. അങ്ങനെ ചെയ്യരുത്. എപ്പോഴും നമ്മൾ നമ്മുടേതായിട്ടുള്ള റിസർവ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം മാത്രം, റിസൾട്ട് എന്തോ ആയിക്കോട്ടെ, റിസർവ് എപ്പോഴും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഓൾമോസ്റ്റ് ഓക്കെ, ഞാൻ പാസ്സാവുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഇതൊന്ന് സൈഡാക്കി വെക്കുക. എന്നിട്ട് നിങ്ങളുടെ റിസൾട്ട് വന്നതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, നിങ്ങൾക്കത് ഓക്കെ ആയി, പാസ്സായി എന്നുണ്ടെങ്കിൽ പിന്നെ ഇതിലേക്ക് തിരിഞ്ഞു വരേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് മുന്നോട്ട് പോവാം. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊന്ന് ഫുള്ളായിട്ട് കണ്ടു നോക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിൽ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ഈ ഒരു സ്റ്റഡി സെഷൻ എങ്ങനെയാണ് ഞാൻ കണ്ടക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് ഞാൻ പറയാം. അതായത് ഞാൻ നിങ്ങൾക്ക് ഇതിൽ ഈ ഓരോ സബ്ജക്റ്റും, നമുക്ക് 8 സബ്ജക്റ്റ് ഉണ്ട് ഇൻ്റർമീഡിയറ്റിൽ, ആ 8 സബ്ജക്റ്റുകളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും. ഒരിക്കലും 100% ഓഫ് ദ സിലബസ് അല്ല. ഓക്കെ, അതാണ് എനിക്ക് ഏറ്റവും പറയാനുള്ളത്. നമുക്ക് 8 സബ്ജക്റ്റാണ് ശരിക്കും ഉള്ളത്. ഓക്കെ, 8 സബ്ജക്റ്റ് ഉള്ളതിൽ ഈ 8 സബ്ജക്റ്റും നമ്മൾ കവർ ചെയ്യും. പക്ഷെ അത് എത്ര അല്ല, 100% നമ്മൾ കവർ ചെയ്യില്ല. നമ്മൾ എത്രയായിരിക്കും കവർ ചെയ്യുന്നുണ്ടാവുക എന്നുള്ളത് ഞാൻ പറയാം. നമ്മളൊരു 85% ഓഫ് ദ സിലബസ് കവർ ചെയ്യും. അത്രയാണ് ഞാൻ അഷ്വർ ചെയ്യുന്നത്. 85% ഓഫ് ദ സിലബസ് കവർ ചെയ്യും. നമുക്ക് എല്ലാവർക്കും അറിയാം 200 ആണ് നമുക്ക് വേണ്ട മാർക്ക്. പെർ സബ്ജക്റ്റ് 40 വേണം. അപ്പോൾ സബ്ജക്റ്റ് വൈസ് ആവറേജ് 50 വേണം. ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു 85% പറഞ്ഞു തരും. ആ 85% ഞാൻ പറയുന്ന രീതിക്ക് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷുവറായിട്ട് അതിൽ നല്ല രീതിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അത്യാവശ്യം ഓക്കെ ആവറേജ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ്. നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഷുവറായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ്. സോ അതുകൊണ്ട് എനിക്ക് 100% വേണമെങ്കിൽ പറഞ്ഞുതരാം. ഞാൻ എന്തുകൊണ്ടാണ് ഇത് ഞാൻ ഒരിക്കലും നിങ്ങൾക്ക് ക്ലാസ്സോ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് അങ്ങനെയൊന്നും അല്ലല്ലോ. ഞാൻ നിങ്ങൾക്കൊരു സ്റ്റഡി സെഷനാണ്. ഹൗ ടു ക്രാക്ക് ദി എക്സാം. ഓക്കെ, ഹൗ ടു ക്രാക്ക് CMA ഇൻ ജൂൺ 2025. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് ഞാൻ ഒരിക്കലും നിങ്ങൾക്ക് 100% പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ടല്ല നിങ്ങളെ വിളിക്കുന്നത്. 85% ഷുവറായിട്ട് പറഞ്ഞു തരും. അതിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. ഓക്കെ, എല്ലാ സബ്ജക്റ്റിൻ്റെയും 85% അത് നമ്മൾ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത്, മാർക്ക് വരുന്നതിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ വെയിറ്റേജിൻ്റെ ബേസിസിൽ നമ്മൾ ചാപ്റ്റേഴ്സ് സെലക്ട് ചെയ്ത് ഒരു 85% നമ്മൾ പക്ക ക്ലിയർ ചെയ്യണം. അതെങ്ങനെ ക്ലിയർ ചെയ്യണം എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരും. ആ 85%ൻ്റെയും ക്ലാസ്സസ് ഞാൻ തരും. ടോപ്പിക് വൈസ് ക്ലാസ് തരും. ലൈക്ക് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലോ എന്ന് പറയുന്ന പേപ്പർ എടുക്കാം, ലോ ആൻഡ് എത്തിക്സ്. അതിനകത്ത് ലോയുടെ നമ്മളൊരു 85% എടുക്കുകയാണെങ്കിൽ കമ്പനീസ് ആക്ട് എടുക്കുകയാണെന്ന് വെക്കുക. അപ്പോൾ തന്നെ ഏകദേശം ഒരു 30% കവറായി. അപ്പോൾ അതിൻ്റെ ഈച്ച് ആൻഡ് എവ്രിതിങ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കും. ഞാൻ നിങ്ങൾക്ക് ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ടോ ചിലപ്പോൾ 1 hourൻ്റെയോ ചിലപ്പോൾ 30 minutesൻ്റെയോ വീഡിയോസ് ആയിട്ട് റെക്കോർഡ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്കത് അയച്ചു തരും. ഓക്കെ, പേഴ്സണലി അയച്ചു തരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ആ വീഡിയോ കാണണം. ആ വീഡിയോ കാണുമ്പോൾ തന്നെ ഞാൻ അതിനകത്ത് നോട്ട്
നിങ്ങൾക്ക് എങ്ങനെയാണ് കാര്യങ്ങൾ കാണിച്ചായിരിക്കും പഠിപ്പിക്കുന്നത്. അതിന് ശേഷം നിങ്ങൾക്ക് ഞാൻ എന്ത് ചെയ്യും, നോട്ട് PDF ആയിട്ട് അതാത് ദിവസത്തുള്ളത് അതാത് ദിവസം തന്നെ നോട്ട് PDF അയച്ചു തരും. നിങ്ങൾക്കല്ലാതെ അത് പ്രിൻ്റ് എടുത്ത് വേണം എന്നുണ്ടെങ്കിൽ, അതായത് ഫിസിക്കൽ ഫോമിൽ നോട്ട് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ അഡ്രസ്സ് തന്നു കഴിഞ്ഞാൽ അത് പ്രിൻ്റ് എടുത്തിട്ട് നിങ്ങൾക്കത് അയച്ചു തരും. അതിനൊന്നും ഇഷ്യൂ ഇല്ല. നോട്ട് ഞാൻ സെൽഫായിട്ട് ഉണ്ടാക്കുന്ന നോട്ടാണ്, ഞാൻ പഠിക്കുന്ന നോട്ടാണ്. അപ്പം ഞാൻ സെൽഫ് എന്ന് പറഞ്ഞാൽ ഞാൻ സ്വന്തമായിട്ട് എൻ്റെ ഐഡിയോളജിയിൽ നിന്ന് ഉണ്ടാക്കുന്നതല്ല, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ട് അതിൽ നിന്ന് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത്. ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മെറ്റീരിയൽ വാസ്റ്റാണ്, അത്രയും വലിയ ടെക്സ്റ്റ് എടുത്ത് വെച്ചാൽ നമുക്കൊന്നും നടക്കില്ല. സോ ടെക്സ്റ്റിൽ നിന്ന് ഞാൻ ഡ്രാഫ്റ്റ് ചെയ്തെടുത്ത നോട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ടാവുക. അങ്ങനെ ഓരോ സബ്ജക്റ്റിനും നമ്മൾ എടുക്കുന്ന 85%ൻ്റെയും ക്ലാസ്സസ് ഞാൻ നിങ്ങൾക്ക് തരും. ടോപ്പിക്സ് വൈസ് ക്ലാസ്സസ് നിങ്ങൾക്ക് ഞാൻ തരും. അത് കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ആയിട്ടോ ചിലപ്പോൾ 1 hour ഡ്യൂറേഷനിൽ, അത് കൂടുതൽ പോവില്ല, 1 hour മാക്സിമം വരുന്ന കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ആയിട്ട് ഒരു ദിവസം ചിലപ്പോൾ നമ്മൾ എടുക്കുന്ന ടോപ്പിക്സിനെ ബേസ് ചെയ്ത് ചിലപ്പോൾ ഒരു ദിവസം നമുക്കൊരു 2 വീഡിയോയോ ചിലപ്പോൾ 3 വീഡിയോയോ ഉണ്ടായേക്കാം. അപ്പോൾ അത് നിങ്ങൾ കാണുക, ഡെയിലി ആ വീഡിയോസ് നിങ്ങൾ കാണുക. നിങ്ങൾക്ക് നോട്ട് ഞാൻ തരും, ആ നോട്ട് നിങ്ങൾ പഠിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങളുടേതായിട്ടുള്ള സെൽഫ് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാം. അല്ലാതെ ഞാൻ നിങ്ങൾക്ക് ഡെയിലി നോട്ട് തരും, അപ്പോൾ ഈ നോട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് പഠിക്കാം. പിന്നെ നമ്മൾ അഡീഷണൽ ആയിട്ട് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു ചാപ്റ്റർ കഴിയുമ്പോൾ, ഒരു ചാപ്റ്റർ ക്ലോസ് ആവുന്ന സമയത്ത്, ഒരു ചാപ്റ്റർ കഴിഞ്ഞു, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ കഴിഞ്ഞു എന്ന് വെക്കുക. അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യും. ഓക്കെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യും. ലൈക്ക് ഇപ്പോൾ ഒരു സിലബസ് മാറിയതിന് ശേഷം ഒരു 4 അറ്റംപ്റ്റ് ഉണ്ടായിട്ടുണ്ട്. സോ ആ 4 അറ്റംപ്റ്റിലെയും ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്ക് ചെയ്യും. പിന്നെ ഞാൻ വരുന്ന നമ്മുടെ ജൂൺ എക്സാമിലെ MTP അത് നമുക്ക് മുന്നേ കിട്ടില്ല, നമുക്ക് എക്സാം ഒക്കെ അടുക്കുന്ന സമയത്തേ കിട്ടത്തുള്ളൂ. അത് നമുക്ക് എക്സാം ടൈം അവിടെ അടുക്കുമ്പോൾ ചെയ്യാം. എനിവേ, നിങ്ങൾ എന്തായാലും എന്ത് ചെയ്യുക, ഞാൻ പറഞ്ഞിരുന്ന രീതിക്ക് നിങ്ങൾ ഫോളോ ചെയ്ത് നോക്കുക. ഇത് നല്ല വർക്കിംഗ് ആണ്. അപ്പോൾ നമ്മൾ ഇപ്പം ഇതുവരെ നമ്മുടെ എല്ലാവരുടെയും സ്റ്റാറ്റസ് എന്താണെന്നുള്ളത് വിടുക. നമ്മൾ ഏത് ലെവലിൽ നിൽക്കുന്നു, എത്ര പഠിച്ചു, എങ്ങനെയാണ്, ഏതൊക്കെ അറിയാം, അതെല്ലാം വിടുക. ഫ്രം ദ ബേസ് ടു ദ റൂട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മൾ എല്ലാവരും ഒരുമിച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളെല്ലാവരും എക്സാം എഴുതിയവരാണ്. നമുക്കതിനെപ്പറ്റി നമ്മൾ കഴിഞ്ഞു വിട്ടു. അത് ഇനി പാസ്സാവോ ഫെയിൽ ആവോ എന്നൊക്കെ ഉള്ളത് അത് പോട്ടെ. നമ്മൾ ഫ്രം ദ ബേസ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമുക്ക് ജൂണിൽ ക്രാക്ക് ചെയ്യണം എന്നുള്ള മൈൻഡ് സെറ്റിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഒരു 85% ഓഫ് ദ സിലബസ് ഞാൻ നിങ്ങൾക്ക് പക്ക ക്ലിയർ ചെയ്ത് തരും. അത് നിങ്ങൾക്ക് ഷുവറാണ്, അതിലൊരു കോംപ്രമൈസും ഇല്ല. പക്ഷേ 100% അല്ല, 85% നിങ്ങൾ ഷുവർ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 60 to 70 മാർക്സ് ഷുവറായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. പക്ക കൺസെപ്റ്റ് ക്ലിയർ ആണ്, പക്ക ഞാൻ പറയുന്ന രീതിക്ക് പഠിച്ച് ക്വസ്റ്റ്യൻസ് വർക്ക് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ റിപ്പീറ്റഡ് വർക്ക് പ്രാക്ടീസ് നടത്തിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് 60, 65, 70 മാർക്സ് ഷുവറായിട്ട് കിട്ടും. അപ്പോൾ അത്രയും നിങ്ങൾ നന്നായിട്ട് പഠിക്കുക എന്നുള്ള മാത്രമാണ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് എനിക്ക് കിട്ടേണ്ട ഒരു റെസ്പോൺസ്. ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് എൻ്റെ എഫേർട്ട് നിങ്ങൾക്ക് തരുമ്പോൾ തിരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, അതിനുള്ള റെസ്പോൺസ് എന്ന രീതിക്ക് നിങ്ങൾ പഠിക്കണം. നിങ്ങൾ അതിനുള്ള റിവ്യൂസ് എന്നെ അറിയിക്കണം. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലും എനിക്കിത് പറ്റുന്നില്ല, അല്ലെങ്കിൽ എനിക്കിത് ഡൗട്ട് ഉണ്ട്, ആ രീതിക്ക് ഒരു ഫ്രണ്ട്സ് എന്ന രീതിക്ക് നമുക്ക് ഈ ഒരു സെഷൻ മുന്നോട്ട് കൊണ്ടുപോകാം. ഓക്കെ, അപ്പോൾ ഇതിന് ഞാൻ എൻ്റേതായിട്ടുള്ള ഒരുപാട് എഫേർട്ട്, ഇപ്പോൾ എനിക്ക് വീഡിയോസ് റെക്കോർഡ് ചെയ്യുന്നതിനായാലും നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നതിനായാലും അത് ഷെയർ ചെയ്യുക, PDF ആക്കിയൊക്കെ നിങ്ങൾക്ക് അയക്കുക, അല്ലെങ്കിൽ പ്രിൻ്റ് എടുത്ത് അയക്കുക, ഇതിനൊക്കെ നിങ്ങൾക്ക് എന്തുണ്ട്, കുറച്ച് കൺസ്ട്രെയിൻസ് ഉണ്ട്. അതെനിക്ക് ഒറ്റയ്ക്ക് ഇതെല്ലാം ചിലപ്പോൾ മാനേജ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ലൈക്ക് ഞാനും പഠിക്കുമല്ലേ, അപ്പം അത് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെയും കൂടി ഹെൽപ്പ് മേടിച്ചിട്ടായിരിക്കും അത് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയണം, 8 സബ്ജക്റ്റുമാണ് ഇവിടെ, ഒരു സബ്ജക്റ്റ് എന്നല്ല ഞാൻ പറയുന്നത്, 8 സബ്ജക്റ്റ് നമ്മൾ ഡീൽ ചെയ്യുകയാണ്. അപ്പോൾ ഒരു ഗ്രൂപ്പ് എഴുതുന്ന ആൾക്കാർക്ക് അങ്ങനെ. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ എനിക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കാര്യങ്ങൾ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. എന്താണ് നമ്മുടെ സെഷൻ എന്നുള്ളത് ഞാൻ പറയുകയാണ്. നമ്മുടെ 85% ഓഫ് ദ സിലബസ് ഫോർ ഈച്ച് സബ്ജക്റ്റ് നമ്മൾ കവർ ചെയ്യും. അപ്പോൾ അതിൻ്റെ ക്ലാസ്സസ് ടോപ്പിക്സ് വൈസ് ക്ലാസ് നിങ്ങൾക്ക് ഞാൻ റെക്കോർഡ് ചെയ്തിട്ട് കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ആയിട്ട് ഷെയർ ചെയ്യും. അപ്പോൾ ഡെയിലി ഒരു 2 to 3 വീഡിയോ മാക്സിമം ഒരു 3 വീഡിയോ ഉണ്ടാവും. കാരണം നമുക്ക് 4 months ഉണ്ട്. വലിയ സ്ട്രെസ്ഡ് ആക്കിയിട്ട് ഞാൻ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ഡെയിലി വീഡിയോസ് ഉണ്ടാവും. നമ്മൾ അതാത് ദിവസം തീർക്കുന്ന ടോപ്പിക്സിൻ്റെ നോട്ട്സ് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യും. നിങ്ങൾക്ക് ആ വീഡിയോയിലൂടെ സെൽഫ് നോട്ട്സ് നിങ്ങൾക്കും വേണമെങ്കിൽ ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാം. പിന്നെ നമ്മൾ ഒരു ചാപ്റ്റർ കഴിയുമ്പോൾ ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും അതിൻ്റെ 4 ഇയറിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യും. 4 ഇയറിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മാത്രം എക്സാമിനോട് അടുക്കുന്ന സമയത്ത് ആ അറ്റംപ്റ്റിൻ്റെ MTP നമുക്ക് വർക്ക് ചെയ്യാം. ഓക്കെ, ഒരു എക്സാം പോലെ നമുക്കത് കണ്ടക്ട് ചെയ്യാം. അത് വിടുക, അത് മുന്നേ ഒന്നും ആരും ചെയ്യേണ്ട. നമ്മൾ പറയുന്ന രീതിക്ക് മാത്രം ഫോളോ ചെയ്താൽ മാത്രം മതി.
അപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് നമുക്ക് നമ്മുടെ കോൺഫിഡൻസ് ലെവൽ ബൂസ്റ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഞാനിത് PDF ആയിട്ട് അയച്ചു തരും, ക്ലാസ്സസ് റെക്കോർഡ് ചെയ്ത് അയച്ചു തരും. പിന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതിൻ്റെ ആൻസേഴ്സും, ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ നിങ്ങൾക്ക് തരും. അതായത് ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്ക് ചെയ്യും. ആ വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. അതിനുശേഷം പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഒരു സബ്ജക്റ്റിൻ്റെ ഒരു 3 to 4 ചാപ്റ്റേഴ്സ് കഴിയുമ്പോൾ, അല്ലെങ്കിൽ മിനിമം ഒരു 3 ചാപ്റ്റേഴ്സ് കഴിയുമ്പോൾ ഞാനൊരു ടെസ്റ്റ് പേപ്പറും കണ്ടക്ട് ചെയ്യും. അത് നിങ്ങൾക്ക് എത്ര ലെവൽ ഓഫ് നോളജ് ഉണ്ട് എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അതിപ്പോൾ നമ്മൾ ഓൺലൈൻ ബേസ്ഡ് ആണ്, നമുക്ക് ഓഫ്ലൈനായിട്ട് പഠിക്കണം. എനിക്കിപ്പോൾ ഓഫ്ലൈനായിട്ട് കണ്ടക്ട് ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല, പക്ഷേ എനിക്കിവിടെ എല്ലാവരും വരണം എന്നുണ്ട്. അപ്പോൾ അത് കൺസ്ട്രെയിൻസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇവിടെ എൻ്റെ വീട്ടിൽ വന്ന് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് വന്ന് പഠിക്കാം, എനിക്ക് ഇഷ്യൂ ഒന്നുമില്ല, നേരിട്ട് വന്നാൽ മാത്രം മതി. അപ്പോൾ അത് നമുക്ക് ഡെയിലി ക്ലാസ് പോലെ വരേണ്ടി വരും, ആ ഒരു ഇഷ്യൂ മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഓൺലൈൻ ബേസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് ചിലർക്ക് ഡയറക്റ്റ് ബേസ്ഡ് ആയിട്ട് ഡയറക്റ്റ് പഠിപ്പിച്ചാലേ മനസ്സിലാവൂ എന്നുള്ളവരുണ്ട്. അതൊരിക്കലും ഒരു തെറ്റല്ല, നല്ല കാര്യമാണ്. അപ്പോൾ അങ്ങനെ പഠിക്കണം എന്നുള്ളവരായാലും അത് നിങ്ങളോട് പറഞ്ഞാൽ മതി, നമുക്കത് പ്രോപ്പർലി പറ്റും എന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാം. എനിവേ, എന്തായാലും മെയിൻലി ഇത് ഓൺലൈൻ ബേസ്ഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഒരു എക്സാം കണ്ടക്ട് ചെയ്താലും നിങ്ങളുടെ റിസൾട്ട്, നിങ്ങൾ എഴുതിയ മാർക്ക് അല്ലെങ്കിൽ നിങ്ങൾ എഴുതിയ ആൻസേഴ്സ് നിങ്ങളുടെ കയ്യിൽ തന്നെയാണ്. അതെനിക്കൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, എഴുതിക്കാനോ അത് ഇവാലുവേറ്റ് ചെയ്യാനോ പറ്റില്ല. സോ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഞാൻ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യത്തേ ഉള്ളൂ, നിങ്ങൾ അതിൻ്റെ ആൻസർ വളരെ ഓണസ്റ്റ് ആയിട്ട് നിങ്ങൾ അതിൻ്റെ ടെസ്റ്റ് പേപ്പേഴ്സ് അറ്റൻഡ് ചെയ്യണം. ഒരിക്കലും ബുക്ക് തുറന്ന് നോക്കിയോ അല്ലെങ്കിൽ ബുക്ക് നോക്കിയോ അല്ലെങ്കിൽ നമ്മൾ നോക്കി എഴുതിയത് കൊണ്ട് നമുക്ക് നമ്മുടെ ലെവൽ ഓഫ് നോളജ് മനസ്സിലാക്കാൻ പറ്റില്ല. നിങ്ങളുടെ മാർക്ക് നിങ്ങൾ മാത്രമാണ് അറിയുന്നത്. അല്ലെങ്കിൽ എന്നോട് മാത്രമായിരിക്കും, നമ്മൾ മാത്രമാണ് അത് അറിയുന്നത്, അല്ലാണ്ട് പുറത്ത് ഞാനൊരു ഗ്രൂപ്പിലോ അല്ലെങ്കിൽ ആരുമായിട്ടോ അത് ഷെയർ ചെയ്യുന്നില്ല. സോ നിങ്ങളുടെ ലെവൽ ഓഫ് നോളജ് എത്രയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ടെസ്റ്റാണ്. അതൊരു 3 ചാപ്റ്റേഴ്സൊക്കെ ആകുമ്പോഴത്തേക്കും, വലിയ ചാപ്റ്റർ ആണെങ്കിൽ നമ്മൾ 2 ചാപ്റ്റേഴ്സിലൊക്കെ നടത്തും. അപ്പോൾ അങ്ങനെ ക്വസ്റ്റ്യൻസും ഒക്കെ വർക്ക് ചെയ്യും. അപ്പോൾ അങ്ങനത്തെ ഒരു സെഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. PDF ആയിട്ട് ഞാൻ നോട്ട് അയച്ചുതരും. അല്ലാത്തവർക്ക് ചിലപ്പോൾ ഫിസിക്കൽ ഫോമിൽ, അതായത് ഫോണിൽ നോക്കി പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ പ്രിൻ്റ് എടുക്കുക, അല്ലെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് പ്രിൻ്റ് എടുത്തിട്ട് നിങ്ങളുടെ അഡ്രസ്സിലേക്ക് പോസ്റ്റൽ വഴിയോ ഒക്കെ അയച്ചു തരാം, അതിനൊന്നും സീനില്ല. അപ്പോൾ ഇത്രയാണ് ഞാൻ ഈ ഒരു സെഷനിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മൾ ക്ലാസ്സസും നോട്ട്സും പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും പിന്നെ ഒരു ഇടയ്ക്കിടയ്ക്കുള്ള 2 to 3 ചാപ്റ്റേഴ്സ് വെച്ചിട്ടുള്ള ടെസ്റ്റ് പേപ്പേഴ്സും ഒക്കെ നമ്മൾ ഉണ്ടാവും. ലാസ്റ്റ് ടൈം ഒരു MTP എക്സാം പോലെ നമ്മളും വെക്കും. അപ്പോൾ ഇത്രയാണ് ഈ ഒരു സ്റ്റഡി സെഷൻ. ഇതിൽ 85% ആണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇത് പക്ക ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷുവറായിട്ട് 60 മാർക്സ് കിട്ടും. ഞാൻ 60 എബോവ് നന്നായിട്ട് കിട്ടും, പക്ഷേ ഞാനൊരു മിനിമം നിങ്ങൾക്ക് ഷുവർട്ടി പറയുന്നത് 60 മാർക്സ് ആണ്. അപ്പോൾ ഈ ഒരു അറ്റംപ്റ്റിൽ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പറയാം. പിന്നെ ഇതിനകത്തൊരു കാര്യം കൂടി പറയാനുള്ളത്, ഇതിൻ്റെ ഒരു ടൈം സ്കെഡ്യൂൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരിക്കലും ഒരു ഇത്ര മണിക്കൂർ അങ്ങനെയല്ല. സിംഗിൾ ഗ്രൂപ്പ് എഴുതുന്നവർ, അതിപ്പോൾ ഫസ്റ്റ് ആയിക്കോട്ടെ സെക്കൻഡ് ഗ്രൂപ്പ് ആയിക്കോട്ടെ, സിംഗിൾ ഗ്രൂപ്പ് എഴുതുന്നവർക്ക് സംബന്ധിച്ച് അവർക്ക് ഡെയിലി ഒരു 7 to 8 അവേഴ്സിൻ്റെ ഒരു സ്റ്റഡി പീരീഡും, ബോത്ത് ഗ്രൂപ്പ് എഴുതുന്നവർക്ക് ഡെയിലി ഒരു 11 അവേഴ്സിൻ്റെ സ്റ്റഡി പീരീഡുമാണ് വരുന്നത്, സ്റ്റഡി ടൈമുമാണ് വരുന്നത്. ഓക്കെ, ഒരു സിംഗിൾ ഗ്രൂപ്പിനാണെങ്കിൽ ഞാൻ അതായത് നമുക്ക് 4 മാസമുണ്ട്, വലിയ സ്ട്രെസ്. ആദ്യമേ നമ്മൾ ഓവർ ടൈം ഇരുന്ന് പഠിച്ചാൽ ഒരു 14 അവേഴ്സൊക്കെ ആദ്യമേ പഠിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റോട്ട് എത്തുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് മടുക്കും, നമ്മൾ ഭയങ്കര ടയേർഡാവും, നമുക്ക് പഠിച്ച് വയ്യാണ്ട് ആ ഒരു ഫീൽ ഉണ്ടാവും. സോ ആദ്യം നമ്മളൊരു ചെറിയ രീതിക്ക് തുടങ്ങി നമുക്കതൊരു നല്ല ബേസ് ആദ്യം ക്രിയേറ്റ് ചെയ്തിട്ട് പിന്നെ നമുക്ക് വലുതിലേക്ക് വരുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ എന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. സോ അത് ആദ്യമേ ഒരു ഓവർലോഡ് വന്ന് നമ്മുടെ മൈൻഡും അത്രയും ടയേർഡാവും, ബ്രെയിൻ ടയേർഡാവും, അത് വേണ്ട. നമുക്ക് ആദ്യം ഒരു ചെറിയ രീതിക്ക് തരാം. ഡെയിലി ഒരു 7 to 8 അവർ, മാക്സിമം പോയ 8 അവേഴ്സ്. അത് ഡിപ്പെൻസ് ആണ്, കാരണം ചിലപ്പോൾ ചില ടോപ്പിക്സ് വലുതായിരിക്കും, അപ്പോൾ നമുക്ക് തീർത്തിട്ടേ നിർത്താൻ പറ്റും. സോ 7, എന്തായാലും മിനിമം 7, മാക്സിമം 8 അവേഴ്സ് ആയിരിക്കും സിംഗിൾ ഗ്രൂപ്പ് എഴുതുന്നത്. ഫസ്റ്റ് ഗ്രൂപ്പ് ആയിക്കോട്ടെ സെക്കൻഡ് ഗ്രൂപ്പ് ആയിക്കോട്ടെ അങ്ങനെ ആയിരിക്കും. ബോത്ത് ഗ്രൂപ്പ് എഴുതുന്നവർക്ക് ഡെയിലി ഒരു 11 അവേഴ്സ് ആയിരിക്കും ഉണ്ടാകുന്നത്. ഒരു 10 to 11, ഞാൻ 10 to 11 ആണ് പറയുന്നത്, പക്ഷേ ചിലപ്പോൾ 11ലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്, പിന്നെ പറഞ്ഞില്ലല്ലോ എന്ന് പറയരുത്. അതുകൊണ്ടാണ് 10 to 11 പറഞ്ഞത്. അത് നിങ്ങൾ ആദ്യം ഇങ്ങനെ സ്ട്രിക്റ്റ് നിങ്ങളിങ്ങനെ ഇരുന്ന് ഒറ്റ 2 മണിക്കൂർ ഒത്തിരുന്ന് പഠിക്കുക അങ്ങനെയൊന്നും ഞാൻ പറയില്ല. അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഓരോ ഇതായിട്ട് ഷിഫ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഡേ എന്ത് ചെയ്യാം, സ്കെഡ്യൂൾ ചെയ്യാം. ഈ ഒരു 4 months നിങ്ങളുടെ ഒരു ആക്ടിവിറ്റീസും ഒഴിവാക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ഫസ്റ്റ് സെക്കൻഡ് മന്ത് നിങ്ങൾ ഒഴിവാക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഈ ഒരു രീതി പക്ക ഫോളോ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് സൈഡിലേക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷെ അതിന് ശേഷം പിന്നെ നിങ്ങൾ ഓവറായിട്ടുള്ള മറ്റ് ആക്ടിവിറ്റീസിനുള്ള ഒരു ഫോക്കസ് കുറച്ചിട്ട് ഇതിലേക്ക് കൂടുതൽ ഫോക്കസ് കൊടുക്കണം. വരും പീരീഡ്സിൽ നമുക്കത് പറയാം.
എനിവേ, അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു സ്റ്റഡി സെഷൻ എന്ന് പറയുന്നത്. പിന്നെ എനിക്കിതിൽ എടുത്തു പറയാനുള്ളൊരു കാര്യം, ഇതിന് ഒരുപാട് എഫേർട്ട് എൻ്റെ ഭാഗത്തു നിന്നും ഇടുന്നുണ്ട് ഞാൻ. ഒത്തിരി അധികം എഫേർട്ട്. കാരണം 8 സബ്ജക്റ്റാണ്, ഒരു സബ്ജക്റ്റോ 2 സബ്ജക്റ്റോ അല്ല, 8 സബ്ജക്റ്റാണ് നമ്മളിവിടെ ചെയ്യുന്നത്. എൻ്റെ ഭാഗത്തുനിന്ന് 100% ഷുവർട്ടി ഉണ്ട്, 100% എൻ്റെ എഫേർട്ട് ഉണ്ടാവും. അതെൻ്റെ കഴിഞ്ഞ അറ്റംപ്റ്റിൽ ഇതിൽ വർക്ക് ചെയ്ത് എല്ലാവർക്കും മനസ്സിലാവും. ഞാൻ അത്രയും നിങ്ങൾക്ക് വേണ്ടി, എൻ്റെ കൂടെ ഒരാളെങ്കിൽ ഒരാൾ പാസ്സാവണം എന്നുള്ള ഇൻറ്റൻഷൻ എനിക്കുണ്ട്. സോ ഓഫ്ലൈനായിട്ട് അല്ലെങ്കിൽ ഡയറക്റ്റ് വന്ന് പഠിക്കണം എന്നുള്ളത് അങ്ങനെ പറഞ്ഞാൽ മതി, നമുക്കത് അറേഞ്ച് ചെയ്യാം. അതിനൊന്നും ഒരു ഇഷ്യൂ ഇല്ല. എൻ്റെ സ്ഥലം ട്രിവാൻഡ്രമാണ്, ആറ്റിങ്ങിൽ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ വിചാരിക്കണ്ട ഞാനിപ്പോൾ ഈ കുട്ടി പാസ്സായിട്ടില്ലല്ലോ, അല്ലെങ്കിൽ ഈ കുട്ടി ക്ലിയർ ചെയ്തിട്ടില്ല, എക്സാം എഴുതുന്നുള്ളൂ, ഇത് എന്ത് ബേസിസിൽ കൊടുക്കുന്നതാണ്. ഞാൻ അങ്ങനെയല്ല, ഒരിക്കലും എക്സാം ക്ലിയർ ചെയ്താലേ നോളജ് ഉള്ളൂ എന്നുള്ള ആ ഒരു തെറ്റിദ്ധാരണ നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ ഇല്ല, നമുക്ക് എല്ലാവർക്കും നോളജ് ഉണ്ട് അല്ലേ, എല്ലാവർക്കും നോളജ് ഉണ്ട്. അപ്പോൾ അതൊരിക്കലും പഠിച്ച് നമ്മൾ എക്സാം പാസ്സായാലേ അയാൾക്ക് നോളജ് ഉള്ളൂ എന്നല്ല. അത് നമ്മൾക്കുണ്ടായ ചെറിയ ഷോർട്ട് ഫോൾസ് ആയിരിക്കും നമ്മുടെ എക്സാംസിൽ നിന്ന് നമ്മളെ ഫെയിലാക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഇഷ്യൂ സോൾവ് ചെയ്യാൻ പറ്റും. സോ അതൊരു ഫാക്ടറായിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നില്ല. എനിക്കുള്ള നോളജ് വേറൊരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നതിന് എക്സാം പാസ്സാവണം എന്നുള്ള ക്രൈറ്റീരിയ ഞാൻ എന്തായാലും അത്ര ട്രസ്റ്റ് ചെയ്യുന്ന ആളല്ല, അത്രയും വിശ്വസിക്കുന്ന ആളുമല്ല. അപ്പോൾ എക്സാം വേണം, എക്സാം പാസ്സായാലും നമുക്ക് എല്ലാത്തിനും ബേസ് ഉള്ളൂ, അത് ഓക്കെ. പക്ഷേ നിങ്ങളിങ്ങനെ ഇപ്പം ഇത് പാസ്സായില്ലല്ലോ ആ ഒരു അങ്ങനത്തെ ഒരു തോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഇതിനകത്ത് നമ്മൾ എന്താണ് നമ്മുടെ ക്ലാസ്സിൻ്റെ സംഭവം എന്നുള്ളത്, അതായത് ഡെയിലി റെഗുലർ ആയിട്ടുള്ളതായിരിക്കും. ഒരു 7 to 8 hours അല്ലെങ്കിൽ 10 to 11 hours ആയിരിക്കും ഉണ്ടാകുന്നത്. ഡെയിലി ക്ലാസ്സസ് വിത്ത് നോട്ട്സ്, അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, പിന്നെ MTPൻ്റെ ഒരു ഇത്, പിന്നെ ഇടയ്ക്കിടയ്ക്കുള്ള ഒരു ടെസ്റ്റ് പേപ്പേഴ്സും ഉണ്ടാവും. അത് സെൽഫ് ഇവാലുവേഷൻ നിങ്ങൾ ചെയ്യാനുള്ളത്. നിങ്ങളും ആ മാർക്ക് എനിക്ക് ഷെയർ ചെയ്യണം. അത് വേറെ പേഴ്സണലി അയച്ചാൽ മാത്രം മതി, അല്ലാണ്ട് അത് വേറെ എങ്ങും നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ഇത് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്ക് താല്പര്യം ഉണ്ടെങ്കിലും ഇത് പറയാം. ഇതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അഡ്ജസ്റ്റ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ, അതായത് ബുക്സൊക്കെ നിങ്ങൾക്ക്, അതായത് നോട്ട്സൊക്കെ നിങ്ങൾക്ക് ഡയറക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രിൻ്റ് എടുക്കാം, അതിനൊന്നും ഒരു ഇഷ്യൂ ഇല്ല. അത് നിങ്ങൾ കറക്റ്റായിട്ട് എന്നോട് അത് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സംഭവം ഡീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ജൂൺ 2025 എക്സാംസ് എഴുതുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മൾ CMA പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. ഇതിന് തൊട്ട് മുന്നേ ഈ സ്റ്റഡി സെക്ഷനിൽ വർക്ക് ചെയ്ത 11 ഡേയ്സിൻ്റെ സ്റ്റഡി പ്ലാനിൽ വർക്ക് ചെയ്തവർക്കും അല്ലാതെ ഒരുപാട് പേര് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഡൗട്ട്സൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ അതിൻ്റെ ആ ഒരു എത്രത്തോളം നമ്മളത് കൺസിസ്റ്റൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട് എന്നറിയാം. സോ ഇതൊരു 4 months കാര്യമാണ്. 4 months നമ്മൾ പക്ക ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിത് ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് ഒരു ചെറിയൊരു ഫീ ഞാൻ വെച്ചിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് കുറച്ച് എഫേർട്സ് ഉണ്ട് എൻ്റെ ഭാഗത്തുനിന്നും. കാരണം ഇപ്പോൾ ഈ ക്ലാസ്സൊക്കെ റെക്കോർഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു ഫീ ഞാൻ വെച്ചിട്ടുണ്ട്. കാരണം ഇതിൻ്റെ ഒരു ഫ്രണ്ടാണ് എനിക്ക് PDF ആക്കി തരുന്നതും, അതുപോലെ തന്നെ എനിക്ക് ചെയ്യാം, പക്ഷേ എനിക്ക് എൻ്റെ ടൈം ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് ഒരു ഫ്രണ്ടാണ് ചെയ്യുന്നതും. ഇപ്പം പ്രിൻ്റ് എടുക്കണമെങ്കിലും അല്ലാണ്ടൊക്കെ എല്ലാം അറേഞ്ച് ചെയ്യുന്നത് വേറൊരു ഫ്രണ്ടാണ്. അപ്പോൾ ഫ്രണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്തു തരത്തില്ല. പുള്ളിക്ക് ഒരു ഹെൽപ്പ്, ഒരു അസിസ്റ്റൻസ് നമ്മൾ കൊടുത്തേ പറ്റൂ. എന്തെങ്കിലും ഒരു ചെറിയ ഹെൽപ്പെങ്കിലും അവർക്ക് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടെങ്കിൽ മാത്രമേ അവർ നമുക്ക് വേണ്ടി കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യൂ. അപ്പോൾ അതൊരു ഫ്രണ്ടാണ്, എന്നെ പോലെ തന്നെ ഒരു കുട്ടിയാണ്. അപ്പം എനിക്ക് 21 വയസ്സേ ഉള്ളൂ, ആ കുട്ടിക്കും 21 yearsേ ഉള്ളൂ. അപ്പോൾ ആ കുട്ടി സിൻസിയർലി എൻ്റെ ഒരു എഫേർട്ട് കണ്ടപ്പോൾ പറഞ്ഞു ഞാനിങ്ങനെ വർക്ക് ചെയ്ത് തരാം. അപ്പോൾ അത് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോഴും നമ്മൾ അതിനൊരു ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുന്നത് ബെറ്ററാണെന്ന് എനിക്ക് ഫീൽ ചെയ്തു. സോ ഇതിനൊരു ചെറിയ ഫീ ഉണ്ട്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് വാട്സാപ്പ് ചെയ്താൽ മതി. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളിതിലേക്ക് വാട്സാപ്പ് ചെയ്താൽ മതി. ഇതാണ് എൻ്റെ നമ്പർ. ഇതിലേക്ക് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് എന്നുള്ള ആ ഫീസിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് എന്നോട്ട് നമ്മൾ February 1 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാര്യങ്ങളൊക്കെ നമുക്ക് കൂടുതൽ നിങ്ങൾ ഏത് ഗ്രൂപ്പാണ് എന്നുള്ളത് പറയാം. നിങ്ങൾ മെസ്സേജ് ചെയ്യുമ്പോൾ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഏത് ഗ്രൂപ്പാണ് എന്നുള്ളത് പറയാം. ഇനി ഏത് ഗ്രൂപ്പാണ് ഫോക്കസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് പറയുക. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും കൺസേൺസ് ഉണ്ടെങ്കിൽ പറയാം. ബാക്കി ഫീ ഡീറ്റെയിൽസും ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അതിനകത്ത് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ കംപ്ലീറ്റ്ലി ചിന്തിച്ച് നിങ്ങൾക്ക് ഓക്കെ ആണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വരാവൂ. കാരണം ഫുൾ നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫോളോ ചെയ്യുവോ, നിങ്ങളത് പഠിക്കുമോ കാണുകയോ എന്നുള്ളത് നിങ്ങളുടെ പറ്റി നിങ്ങൾക്ക് മാത്രമേ നിങ്ങൾ അറിയൂ. അപ്പോൾ ഇതുവരെ എങ്ങനെയായിരുന്നു എന്നുള്ളത് വിട്ടിട്ട് ഇനിയൊരു പുതിയ ഫ്രഷ് ആയിട്ടുള്ളൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇതൊരു നല്ല ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണ്ട് എല്ലാവരും ഇത് യൂസ് ആക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക.
ഇത് 8 സബ്ജക്റ്റിന് വേണ്ടിയിട്ടാണ് ഞാനത് എടുത്തെടുത്ത് പറയാൻ കാരണം. ഞാനായാൽ പോലും പല ഇതും തപ്പി പോയിട്ടുണ്ട്, ലൈക്ക് എന്തെങ്കിലും കിട്ടുമോ എന്ന് ഇങ്ങനെ സെർച്ച് ചെയ്തിട്ടുണ്ട് ഒരുപാട്, ഈ സ്റ്റഡി പോലത്തെ സെഷൻസ് പോലത്തെ. അപ്പോൾ അതിൽ ഒരു സബ്ജക്റ്റ് മാത്രം, അക്കൗണ്ട്സ് മാത്രം അല്ലെങ്കിൽ ലോ മാത്രം അങ്ങനെ പറയുന്ന ഒത്തിരി സെഷൻസാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ പല സബ്ജക്റ്റും മിസ്സാവും. മെയിൻ സബ്ജക്റ്റ് ആയിട്ടുള്ള അക്കൗണ്ട്സ്, ലോ, ടാക്സ് അതിനൊക്കെ കിട്ടാറുണ്ട്. പക്ഷെ അല്ലാണ്ട് OMSM പിന്നെ കോർപ്പറേറ്റ് അക്കൗണ്ട്സ് ഓഡിറ്റിനൊക്കെ കിട്ടാൻ ഭയങ്കര ചാൻസ് കുറവായിരുന്നു. മാനേജ്മെൻറ്റിനൊക്കെ കിട്ടുന്നേ ഉണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ടാണ് ഞാനിതിൽ 8 സബ്ജക്റ്റും ഇൻക്ലൂഡ് ചെയ്തത്. കാരണം 8ഉം നമ്മുടെ റിക്വയർമെൻ്റ് ആണ്, 8ഉം നമ്മൾ പഠിക്കണം, ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് ആണ് ഞാനിത് പറഞ്ഞത്. നിങ്ങൾക്ക് താല്പര്യമുണ്ട്, നിങ്ങൾ എല്ലാ വർഷവും ചിന്തിക്കുക, എല്ലാ സൈഡും ചിന്തിച്ച് ഓക്കെ ആണ്, നിങ്ങൾക്കിത് ഫോളോ ചെയ്യാൻ പറ്റും, ഇത്രയും അതാണ് ഇത്. പക്ഷേ ഞാൻ പറയുകയാണ്, ഈ 85% ഷുവറായിട്ട് ഞാൻ പറയുന്ന രീതിക്ക് പഠിച്ച് ഈ നോട്ട് പക്ക ക്ലിയർ ചെയ്യുകയാണെങ്കിൽ നമുക്കിത് ചെയ്യാൻ പറ്റും. പിന്നെ എനിക്കിതിൽ എടുത്ത് പറയാനുള്ള കാര്യം, ഈ 4 മന്ത്സിൽ നമ്മൾ 3 ടൈം റിവിഷൻ കൊടുക്കുന്നുണ്ട്. ആദ്യം നമ്മളിതെല്ലാം ജസ്റ്റ് ടോപ്പിക്സ് എല്ലാം ചെയ്യുന്നുണ്ട്, പിന്നെ നമ്മൾ റിവിഷൻ സ്റ്റാർട്ട് ചെയ്യും. ഫസ്റ്റ് ടൈം റിവിഷൻ, പിന്നെ അത് കഴിഞ്ഞ് സെക്കൻഡ് ടൈം റിവിഷൻ, അങ്ങനെ 3 ടൈം നമ്മൾ ശരിക്കും പറഞ്ഞാൽ റിവിഷൻ കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം ഓക്കെ ആവും, എക്സാമിന് മുമ്പേ കോൺഫിഡൻ്റ് ആവും. അതാണ് നമ്മുടെ ബേസ് എന്ന് പറയുന്നത്, അതാണ് നമ്മുടെ മെയിൻ ഒരു എയിം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഭാഗത്തു നിന്ന് കൊടുക്കുന്ന എഫേർട്ടാണ് നിങ്ങൾക്ക്. എന്നെക്കൊണ്ട് ഇതിപ്പോൾ ഓൺലൈനിലൂടെ നിങ്ങൾക്ക് തരാനേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഓഫ്ലൈൻ വന്ന് നിങ്ങൾക്കിത് പറഞ്ഞു തരാനേ പറ്റൂ, അല്ലെങ്കിൽ നോട്ട്സ് തരാനേ പറ്റൂ. അത് പഠിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഭാഗത്തു നിന്നാണ്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും, ഒരു കുഞ്ഞു ഡൗട്ട് ആയിക്കോട്ടെ, മനസ്സിലാവാത്തതായിക്കോട്ടെ, ചോദിച്ചാൽ എന്ത് സംഭവിക്കും അങ്ങനെയൊന്നുമില്ല, ഓപ്പൺലി ചോദിക്കാം. എത്ര അറ്റംപ്റ്റ് ആയിക്കോട്ടെ, എത്ര എഴുതിയവരായിക്കോട്ടെ, അതിനൊന്നും ഒരു ഇഷ്യൂ ഇല്ല. ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തവരായിക്കോട്ടെ, അതിലൊന്നും ഒരു കാര്യവും ഇല്ല. അറ്റംപ്റ്റ്സ് ഒന്നുമല്ല മാറ്റം, നമ്മൾ ക്ലിയർ ചെയ്യുന്നുണ്ടോ ഇല്ല എന്നുള്ളതാണ്. സോ അത് നിങ്ങൾ ഓപ്പൺലി ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ആവശ്യമുണ്ടെങ്കിൽ അത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവരും നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക, ഇത് യൂട്ടിലൈസ് ചെയ്യുക ഈ ഒരു ഓപ്പർച്യൂണിറ്റി. താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുക. ബാക്കി ഇതിൻ്റെ ഫീ സ്ട്രക്ചർ എങ്ങനെയാണെന്നുള്ള ഒരു ചെറിയ ഫീ ആണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. കാരണം 8 സബ്ജക്റ്റ് ഉണ്ട്, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. 8 സബ്ജക്റ്റിന് നോട്ട് ഉണ്ടാക്കുക, അത് ചെയ്യുക, അതൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഈ പറഞ്ഞ പോലെ വീഡിയോസ് 8 സബ്ജക്റ്റിൻ്റെയും 85% എന്ന് പറയുമ്പോൾ അതിന് വീഡിയോ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പം അത് നമ്മുടെ ഒരാൾക്ക് വേണ്ടി ഒരു എഫേർട്ട് ഇടുകയാണ്. അപ്പോൾ അതിന് എന്നെ ഹെൽപ്പ് ചെയ്യുന്നവർക്ക് എനിക്കൊരു അസിസ്റ്റൻസ് കൊടുത്തേ പറ്റൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയൊരു ഫീ മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ. എനിക്കിപ്പോൾ ഫീ അല്ല മെയിൻ, എനിക്ക് ഞാൻ പറയുന്നത് വെച്ചിട്ട് ആർക്കെങ്കിലുമൊക്കെ പാസ്സാവാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് മെയിൻ. അപ്പോൾ അതിനുവേണ്ടി മുന്നേ ഒരു ട്രൈ ഞാൻ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് പേര് അറ്റൻഡ് ചെയ്തു, അതിൻ്റെ റിസൾട്ടിന് വരെയുള്ളൂ. അത് മാത്രമല്ല അതൊരു 11 ഡേയ്സിൻ്റെ ആണ്. അപ്പോൾ അത് അത്രത്തോളം എഫക്റ്റീവ് ആയിരുന്നോ എന്ന് എനിക്കറിയില്ല, ലാസ്റ്റ് മിനിറ്റിലതാണ്. പക്ഷേ ഇത് നമ്മൾ ബേസിനെ ക്രിയേറ്റ് ചെയ്യുകയാണ്. സോ ഇതൊരു എന്തായാലും എഫക്റ്റീവ് ആവും എന്നുള്ളതിൽ ഒരു ഡൗട്ടും ഇല്ല. അപ്പോൾ എല്ലാവരും ഇത് യൂട്ടിലൈസ് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് ഈ നമ്പറിലേക്ക് നിങ്ങൾ വാട്സാപ്പ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഏത് ഗ്രൂപ്പാണ് റിക്വയർമെൻറ്റ് ഇൻക്ലൂഡിങ് നിങ്ങളുടെ നെയിമും കൂടി മെൻഷൻ ചെയ്യുക കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി അത് മനസ്സിലാക്കാനും എനിക്കും അതൊന്ന് തിരിച്ചറിയാൻ ഭയങ്കര ബുദ്ധിമുട്ട്. കാരണം കഴിഞ്ഞ അറ്റംപ്റ്റിലൊക്കെ ഒരുപാട് പേര് എനിക്കൊരു 100+ മെസ്സേജ് വന്നു. അപ്പോൾ അതിൽ ആരൊക്കെയാണെന്നുള്ള ആ നെയിം പെട്ടെന്ന് ഉണ്ടെങ്കിൽ എനിക്ക് പെട്ടെന്ന് അത് ഇത് ചെയ്യാം. അപ്പോൾ എല്ലാവരോടും ഞാൻ നെയിം ചോദിക്കുമായിരുന്നു. അപ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് മെസ്സേജ് ചെയ്യുമ്പോൾ നിങ്ങളുടെ നെയിമും കൂടി മെൻഷൻ ചെയ്യാം. എനിവേ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക, എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.